രാമായണത്തിൻ്റെ ഫലശ്രുതി മൂന്നാമത്തെ പാർട്ട്. വ്യാധിതൻ കേൾക്കില അനാതുരനായി വരും. അസുഖമുള്ള ഒരാളിത് കേൾക്കുകയാണെങ്കിൽ അസുഖമെല്ലാം മാറും. പക്ഷെ അതിനേക്കാളും നല്ലത് അസുഖം വരാതിരിക്കുന്നതാണ്. വരാതിരിക്കാൻ ഇത് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് മനസ്സിലുള്ള ഡാറ്റകൾ മാറ്റിക്കൊണ്ട് അസുഖം വരാതിരിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം, ഇതൊക്കെ ഉറപ്പായിട്ട് പറയുന്ന കാര്യമാണ്. ദേവപൃഥുഗണതാപ സമുഖ്യന്മാരേവ ഒരു മേറ്റം പ്രസാദിക്കും അത്യരം കന്മഷമെല്ലാം അകലുമതേയെല്ലാം ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതായി ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. ധർമ്മം, അർത്ഥം, കാമ, മോക്ഷങ്ങൾ ഇതെല്ലാം നമ്മൾക്ക് സാധിക്കും. അധ്യാത്മ രാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ച താതരാൽ നിത്യവും ശുദ്ധ ബുദ്ധ്യാ ഗുരുഭക്തിയ പൂണ്ടധ്യയനം ചെയ്തിലും. അപ്പോൾ നിത്യവും എല്ലാ ദിവസവും വേണം. അതാണ് ഒരു പ്രത്യേകത. നമ്മുടെ ഒരു ദിവസം വിടേണ്ട കാര്യമില്ല. നിത്യവും ശുദ്ധബുദ്ധിയ മനസ്സ് ആദ്യമൊക്കെ പറയാം ശുദ്ധബുദ്ധി ഏകാഗ്രമാക്കാൻ സാധിക്കും. അതാണ് ബുദ്ധി ചിത്തശുദ്ധി നമ്മൾക്ക് വരാൻ സാധിക്കണം. അത് നിത്യം ചെയ്യുമ്പോൾ അത് വന്നോളൂ. ഇതിൽ പക്ഷേ ശ്രദ്ധ, നമ്മുടെ വിശ്വാസം വേണം. അധ്യയനം ചെയ്യലും മുതാ കേൾക്കിലും. ഇനി കേട്ടാലും മതി. രാമായണം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. രാവിലെ ഒരു 5 മണിക്ക് എണീച്ച് എല്ലാ ദിവസവും ഓരോ ഭാഗം കേൾക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല മാറ്റം. നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ ഏറ്റവും എളുപ്പ മാർഗം ഇതാണ്. ഒരുപാട് വഴിയുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ മാർഗം ഇതാണ്. മുതാ കേൾക്കലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്തിയ പറഞ്ഞടങ്ങി കിളി പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. അപ്പോൾ രാമൻ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉമാ മഹേശ്വര സംവാദം ഇത് എല്ലാവരും കേൾക്കുവാണെങ്കിൽ എല്ലാവരുടെയും ചിത്തം തെളിഞ്ഞു, അല്ലേ, നമ്മുടെ മനസ്സൊക്കെ തെളിഞ്ഞ് ശുദ്ധമായി ഹാപ്പിയായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ദിവസം ഒരു കാമണിക്കൂർ കേൾക്കുക, അതാണ് ഏറ്റവും നല്ലത് ശ്രവണം. അല്ലെങ്കിൽ ഒരു കാമണിക്കൂർ വായിക്കുക. ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ശുദ്ധമായി മനസ്സ് ശുദ്ധമാക്കി നമ്മൾക്ക് ആത്മബോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന ഈശ്വരനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം നേടിക്കഴിയും. നമ്മൾ പിന്നെ പരമാനന്ദമാണ്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും രാമായണം ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, താങ്ക് യു.